ഹലോ എവരിവൺ. അപ്പം എല്ലാവർക്കും എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയും. സോ നേൺസ്റ്റ് ഇക്വേഷൻ, നേൺസ്റ്റ് തിയറി ഒക്കെ ഉണ്ട്. സോ അതിനകത്ത് നേൺസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അത് വെച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ യൂഷ്വലി സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെൽ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ EMF ഈസ് ഈക്വൽ ടു E0 സെൽ E0 സെൽ മൈനസ് 0.059 ബൈ n ഇൻറ്റു ലോഗ് പ്രോഡക്റ്റ്, മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ജനറലി നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ ഈ സെൽ EMF ആണ്. E0 സെല്ല് ആ ഒരു ആനോഡിലും കാഥോഡിലും നടക്കുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ആ EMFൻ്റെ ഡിഫറൻസ് ആണ് E0 സെൽ എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ ഈ N എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് എത്ര ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ ഇത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഓക്കെ, അതൊക്കെ നമുക്ക് ചിലപ്പം ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും വരുന്നത്. സോ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന E0 സെൽ വെച്ചുള്ളൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ EMF ഓഫ് ദ സെൽ അറ്റ് 25 ഡിഗ്രി. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് CR ബാർ CR3 പ്ലസ് സോൾട്ട് ബ്രിഡ്ജ് Fe2 പ്ലസ് ബാർ Fe. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ്റെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ഇതിൻ്റെ നോക്കുവാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.1 മോളാർ, അതുപോലെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.01 മോളാർ. ഓക്കെ, സോ അത് വെച്ച് പിന്നെ നമുക്ക് തന്നേക്കുന്ന സംഭവങ്ങൾ ഇതാണ്. E0 ക്രോമിയം ബാർ CR3 പ്ലസ് നോക്കുവാണെങ്കിൽ മൈനസ് 0.74 വോൾട്ടും, അതുപോലെ Feയുടെ നോക്കുവാണെങ്കിൽ മൈനസ് 0.44 വോൾട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. സോ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ n ഇൻറ്റു ലോഗ് പ്രോഡക്റ്റ് അപ്പോൺ ലോഗ് റിയാക്റ്റൻറ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഇവിടെ കോൺസെൻട്രേഷൻ നമുക്ക് പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 0.1 മോളാറും, അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ 0.01 ആണ് റിയാക്റ്റൻറ്റിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ വരുന്നത്, അല്ലേ? ഓക്കെ, ഇനിയും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് E0 സെല്ലാണ്. സോ E0 സെൽ എന്ന് പറയുമ്പോഴത്തേക്കും E0 സെൽ എന്ന് പറയുമ്പം ഇസ് ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ്. ഓക്കെ, ഇപ്പം ഇവിടെ കാഥോഡും ആനോഡും ഡിഫറൻസ് ആണ് ആക്ച്വലി ഈ E0 സെൽ എന്ന് പറയുമ്പോഴത്തേക്കും. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതാണ് എന്ത്, ഇവിടുത്തെ ആനോഡ് വരുന്നത് ഈ CR ബാർ CR3 പ്ലസും, അതുപോലെ ഇതിവിടുത്തെ ആനോഡും, അതുപോലെ ഇതിവിടുത്തെ കാഥോഡും ഈ Fe ബാർ Fe2 പ്ലസ് ബാർ Fe എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ കാഥോഡുമാണ് വരുന്നത്. സോ നമുക്കത് വെച്ചാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ അത് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഗിവൺ ആണത്. Feയുടെ നോക്കുകയാണെങ്കിൽ കാഥോഡാണ്. സോ മൈനസ് 0.44 വോൾട്ട് മൈനസ്, ഇനി ആനോഡ് തന്നിട്ടുണ്ട്. ആനോഡ് നോക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് 0.74 വോൾട്ടാണ്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകുന്നുണ്ട്, 0.74 വോൾട്ടാണ് ആൻസർ. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതായത് പ്ലസ് 0.3 വോൾട്ട് എന്നാണ് ഇവിടുത്തെ E0 സെല്ലിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് E0 സെല്ലെന്ന് കിട്ടി. ഇനി ഇപ്പം കാണേണ്ടത് 0.059 N എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഉണ്ട്, അല്ലേ? ഇനി N ആണ് കാണേണ്ടത്. N എങ്ങനെ കാണും നമുക്ക് നോക്കാം. ഓക്കെ, സോ N കാണാൻ വേണ്ടി നമ്മൾക്ക് ആ ഒരു ബേസിക് ഇക്വേഷൻ എഴുതണം. എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും CR പ്ലസ് Fe2 പ്ലസ് ഓക്കെ വിൽ ഗീവ് CR3 പ്ലസ് Fe. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ കണ്ടോ.
സോ ഇവിടെ നോക്കുവാണെങ്കിൽ സി ആർ ആ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ജനറലി ഒരു ഇക്വേഷൻ വരുന്നത്. സോ അത് വെച്ചാണ് ബേസിക് ഇക്വേഷൻ ഫോം ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് ചെയ്തത്. സോ എഫ് ഇ നോക്കുവാണെങ്കിൽ ഇവിടെ 3FE വരുന്നു, അതുപോലെ ഇവിടെ 2CR. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 2CR, ഇവിടെ നോക്കുവാണെങ്കിൽ 3FE വരുന്നുണ്ട്. ഓക്കെ, സോ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ ഇവിടെ +0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. എന്ത്? ക്രോമിയം +0 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് നിൽക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ 2 ക്രോമിയം ഉണ്ട്. 2 ക്രോമിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ അവിടെ +6 ആണ് അവിടുത്തെ രണ്ടിൻ്റെയും കൂടെ ഇത് വരുന്നത്. സോ അവിടെ ഈ ഒരു 0യിൽ നിന്ന് 6 ആറ്റംസിൻ്റെ ഇതാണ് വരുന്നത്. സോ നമുക്ക് N വാല്യൂ അവിടെ നിന്ന് കിട്ടി. N വാല്യൂ = 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ എഫ് കേസിലും അത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ 6 ഉണ്ട്, അതുപോലെ അവിടെ നോക്കുവാണെങ്കിൽ 3 ഉണ്ട്. 0 ആണ് അവിടുത്തെ ഓക്സിഡേഷൻ ഇത് വരുന്നത്. ഓക്കെ, അത് വെച്ച് നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇനിയും കിട്ടാനുള്ള എന്തിൻ്റെ വാല്യൂ ആണ്? ഈ log P/log R. അത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, സംഭവമുണ്ട്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രോമിയത്തിൻ്റെയാണ് 0.1, റിയാക്ടൻ്റ് വരുമ്പോഴത്തേക്കും 0.01 ആണ്. സോ നമുക്കൊന്ന് എഴുതാം. എഴുതുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം 0.1 മോളാർ, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 0.01 മോളാർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് വേണമെങ്കിൽ 10⁻⁻1 ആയിട്ടും മോളാർ, അതുപോലെ ഇതിനെ വേണമെങ്കിൽ 10⁻⁻2 മോളാറായിട്ടും നമുക്ക് കൺസിഡർ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ബേസിക് ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷനൊക്കെ നമുക്ക് പോകാം. ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും E cell is equal to E0 cell minus 0.059 by N into log product upon log reactant എന്നാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം സംഭവങ്ങളെല്ലാം കിട്ടി. ഇപ്പം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ E0 സെല്ല് കിട്ടി. E0 സെൽ എന്ന് പറയുമ്പോഴത്തേക്കും 0.3 ആണ് മൈനസ്. അപ്പം നമുക്ക് അടുത്ത 6 ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് N വാല്യൂ എന്ന് പറയുമ്പോൾ 6 കിട്ടി അല്ലേ. ഇപ്പോൾ N വാല്യൂ 6 കിട്ടിയതുകൊണ്ട് ഈ ഒരു ഇതിനെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 0.06/N എന്നാക്കാം. 6 ആണ്. പിന്നെ ലോഗ് എന്ന് പറയുമ്പം ലോഗ് പ്രോഡക്റ്റ് 10⁻⁻1 അപ്പോൾ 10⁻⁻2 എന്ന് വരും. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ ഒരു ഈ ഒരു കോൺസെൻട്രേഷൻ ടേംസ് എഴുതുമ്പോഴത്തേക്കും ഇപ്പോൾ 10⁻⁻1 വരുമ്പോഴത്തേക്കും അവിടെ 2 ആണ്, ഇവിടെ നോക്കുവാണെങ്കിൽ 3 ആണ്. ഓക്കെ, സോ അത് വെച്ച് നമ്മൾ ആണ് ഇനി ചെയ്യുന്നത്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്കൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ലോഗ് 10⁻, ഇതിപ്പോൾ -2 ആയി. അതുപോലെ അടി നോക്കുവാണെങ്കിൽ ഇവിടെ -6 ആയി, 10⁻⁻6 ആയി. സോ ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇത് നോക്കുവാണെങ്കിൽ ലോഗ് 10⁻4 എന്ന് വരും. കാരണം ഈ 6 നമുക്ക് മേളിൽ കൊണ്ടുപോകാം. സോ -6 മേളിൽ പോകുമ്പോൾ +6 ആവും. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് 4 log 10 എന്ന് എഴുതാം. 4 log 10 ആണ്. log 10ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 0.1 ആണ്, വെറും 1 ആണ് വരുന്നത്. 0.1ൻ്റെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷനുള്ള എല്ലാ സംഭവങ്ങളും കിട്ടി. ഇത് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് എഴുതാം. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ഇവിടെ നോക്കുവാണെങ്കിൽ 0.01. ഓക്കെ, സോ അത് വെച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ ഫൈനൽ ആൻസർ വരുന്നത് 0.3 മൈനസ് E cell ഈസ് ഈക്വൽ ടു 0.3 മൈനസ് 0.04, അതായത് 4 × 0.01 എന്ന് വരുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു വാല്യൂ വരുമ്പോഴത്തേക്കും നമുക്ക് 0.26 എന്ന് ആ ഒരു വാല്യൂ വരും. 0.26 വോൾട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഈ സെല്ലിൻ്റെ വാല്യൂ വരുന്നത്. അപ്പം ഇത് നമ്മൾ കണ്ടത് നോൺസ് ഇക്വേഷൻ ആണ്. അപ്പം നോൺസ് ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ കണ്ടത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.